ആണ്. ഇന്ന് നമ്മൾ കുറച്ച് ഫോർമുലാസ് ആണ് കമ്പൈൻ ചെയ്ത് കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഫോർമുലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Good evening all. Okay, audio and video clear അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഫോർമുലാസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ റാൻഡംലി നമുക്കറിയാം മെക്കാനിക്സ് സോളിഡ്സ്, FM, GT ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫോർമുലാസ് വരുന്ന ഭാഗങ്ങൾ. അത് വെച്ച് പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡയറക്ട്ലി ഫോർമുലാസും ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് ഫോർമുല നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. കാപ്പിലറി റൈസ് ബിഫോർ 2 പാരലൽ പ്ലേറ്റ്സ് T distance apart is given by. രണ്ട് പാരലൽ പ്ലേറ്റ്സ് ആണ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ t ആണെങ്കിൽ അതിന്റെ കാപ്പിലറി റൈസിന്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഫോർമുലാസ് പഠിക്കാനുള്ള ഒരു സെഷൻ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ഓക്കെ, ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ ഫോർമുലാസ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സാം അടുപ്പിക്കുമ്പോഴൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആണിത്. ഏതാണ് വരിക? നമുക്ക് രണ്ട് പാരലൽ പ്ലേറ്റ്സ് T ഡിസ്റ്റൻസ് അപ്പാർട്ട് ആണ്. 2 sigma cos theta by rho GD, 4 sigma cos theta by rho GT, 2 sigma cos theta by rho GT square, 2 sigma cos theta by rho 2 rho GT. ആൻസേഴ്സ് അറിയാവുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ. യെസ്, ഓപ്ഷൻ എ ആണ്. 2 sigma cos theta by rho GT ആണ് രണ്ട് പാരലൽ പ്ലേറ്റുകൾക്കിടയിലുള്ള കാപ്പിലറി റൈസിന്റെ ഫോർമുല. ചോദിക്കാവുന്നതാണ്. സോറി, ഗേറ്റിനൊക്കെ നമുക്ക് പ്രോബ്ലം ആയിട്ടും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പം കാപ്പിലറി റൈസിൽ തന്നെ പാരലൽ പ്ലേറ്റും വരും, അതുപോലെ പൈപ്പ് ഓഫ് ഡയമീറ്റർ സ്മോൾ ഡിയും വരും. അടുത്ത ചോദ്യം അത് റിലേറ്റഡ് ആണ്. സോ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കാപ്പിലറി റൈസ് ഫോർ എ പൈപ്പ് ഓഫ് ഡയമീറ്റർ സ്മോൾ ഡി ഇസ് ഗിവൺ ബൈ. സ്മോൾ ഡി ഡയമീറ്റർ ഉള്ള പൈപ്പിന്റെ കാപ്പിലറി റൈസിന്റെ ഫോർമുല എന്താണ്? H is equal to 2 sigma cos theta by rho GD, 4 sigma cos theta by rho GD, 4 sigma cos theta by rho GD square, 4 sigma cos theta by 2 rho GD. Yes, 4 sigma cos theta by 2 rho GD. Sorry, option B ആണ് കറക്റ്റ് ആൻസർ വരാം. 4 sigma cos theta by rho GD. Sorry. Next question. If specific weight is W, then pressure is represented by. W ആണ് specific weight എങ്കിൽ how is pressure represented by? W into H, W into G, W by H. Yes, pressure is equal to എന്താണ് നമുക്ക് ഇക്വേഷൻ? റോ ജി ഇൻറ്റു H ആണ്. റോ ജിനെയാണ് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് W ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് പ്രകാരം യുവർ ആൻസർ വിൽ ബി pressure is equal to W into small h. Should be. Yes, option A. നോക്കാം. Which of the following represents shear stress on fluid with notations? shear stress ന്റെ ഫോർമുല mu into d theta by dt, mu into u by y, mu into du by dy, all of the above. Yes, d theta by dt എന്ന് പറഞ്ഞാൽ ആംഗുലർ
ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് നമുക്ക് വെലോസിറ്റി ഗ്രേഡിയന്റ്, ഇത് വെലോസിറ്റി ഗ്രേഡിയന്റ്. സോ ആൻസർ is option D. Next question, relationship between absolute atmospheric and gauge pressure is given by. Absolute atmospheric and gauge pressure ന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ്. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ സി. യെസ്, P absolute is equal to P atmospheric plus gauge pressure. Next question, direct question ആണ് അതൊക്കെ. The force exerted by a static fluid when a body is exposed to it is given by. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? റോ എ എക്സ് ബാർ, ജി എ എക്സ് ബാർ, ഡബ്ല്യു എ എക്സ് ബാർ, ഐ ജി എ എക്സ് ബാർ, where x bar is the distance of center of gravity from the free water surface. Yes, option C. Actually നമ്മൾ ഫോർമുല വരിക റോ ജി എ എക്സ് ബാർ ആണ്. റോ ജി ആണ് നമ്മൾ ഡബ്ല്യു ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഡബ്ല്യു എ എക്സ് ബാർ ഇത് വെച്ച് ഫോർമുല, ഈ ഫോർമുല വെച്ചിട്ട് കഴിഞ്ഞ തവണ നമുക്ക് ഈ എക്സാമിന് പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. Next question, center of pressure, the point from which the total hydrostatic force is supposed to be acting is given by Ig by Ax bar. അത് നമ്മുടെ സെന്റർ ഓഫ് പ്രഷർ ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ബാർ പ്ലസ് ഐ ജി ബൈ എക്സ് ബാർ, എക്സ് ബാർ പ്ലസ് എ ഐ ജി ബൈ എക്സ് ബാർ, എക്സ് ബാർ പ്ലസ് ഐ ജി ബൈ എ എക്സ് ബാർ. Where x bar is the distance of center of gravity from the free water surface. Yes, option D, x bar plus Ig by x bar. Okay, next question. Equation of streamline is given as dx by du is equal to dy by dv, dx by v is equal to dy by u, dx by u is equal to dy by v, none of these. അതാണ് ഓപ്ഷൻ സി. dx by u is equal to dy by v. Another question, movement of a fluid element in such a way that both the axes rotate in the same direction is. അതായത് നമ്മുടെ രണ്ട് ആക്സസും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ഹാഫ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ, ഹാഫ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ, ഹാഫ് ഇൻറ്റു വി ബൈ എക്സ് മൈനസ് യു ബൈ വൈ.
Yes, option B. Half into dou v by dou x minus dou u by dou. Rotational ആണോ irrotational ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. അടുത്ത question. A scalar function of space and time such that its partial derivative with respect to any direction gives velocity components at right angles to that direction. അതൊരു സ്കേലാർ ഫംഗ്ഷൻ ആണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ എക്സോ വൈയോ സി ഏത് ഡയറക്ഷൻ ഗിവ്സ് എന്താണ് വെലോസിറ്റി കമ്പണന്റ് അറ്റ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ at the right angles, velocity potential function, stream function, rotation, velocity. Yes, option B, stream function. Next question, height of paraboloid in a vortex flow is. അതായത് ഇപ്പൊ നമുക്ക് vortex flowയില് പാരബോളയുടെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. r omega the whole square by 2g ആണ് ഇക്വേഷൻ. r square omega square by 2g. ഇതെന്താ ഓപ്ഷൻ ബി എന്താണ് പൈ ആർ സ്ക്വയർ 3/2 വോള്യൂം ആണ് അല്ലേ? യെസ്, ഓപ്ഷൻ സി. പി സ്ക്വയർ ബൈ 2g ആണ്. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഈ രീതിക്കും കൂടി ഓർത്ത് വെക്കാം കേട്ടോ. Okay, next question. Which of the following is Euler's equation? P by rho g plus c plus v square by 2g is a constant. Minus dou p minus rho g into dz is equal to rho ds into v of dou v by dou s plus dou v by dou t. U is equal to minus 1 by 4 mu dou p by dou x into capital R square minus small r square. ഇതാണ് ആൻസർ ഓപ്ഷൻ ബി. Next question. The term in v square by 2g in p by rho g plus c plus v square by 2g constants represents is equal to constant represents pressure energy per unit weight of fluid or pressure head, potential energy per unit weight or potential head, kinetic energy per unit weight or kinetic head, total energy per unit weight or total head. Yes, option C, kinetic energy per unit weight or kinetic head. Pressure head ഒക്കെ P by rho g ആക്കാം വരെ. അടുത്ത ചോദ്യം, discharge through a rectangular notch of wear is directly proportional to LH raised to 8 by 15, LH raised to half, LH raised to 3 by 2, LH raised to 5 by 2. Rectangular notch ആയതുകൊണ്ട് answer will be option C, 3 by 2. Okay, next question, the discharge through a triangular notch of wear is directly proportional to h raised to 8 by 15, h raised to half, h raised to 3 by 2, h raised to 5 by 2. Yes, option D. To find out the head loss due to friction, Darcy's Weisbach formula used this.
For FL V square by rho GD, for FL V square by rho GD square, for FL V square by 2 GD. Option D, FL V square by rho GD. എന്താണ് 4FL V square by 2 GD. Option C. Head loss ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത question. In a laminar flow through circular pipe, the shear stress is given by tau is equal to minus dou P by dou Z into R by 2. Second option, tau is equal to minus 1 by 4 mu dou P by dou X into capital R square minus small r square. Tau is equal to minus 1 by 4 mu into dou P by dou X R square. That's option A. Next question, for duct or pipe or closed flow, Reynolds number is given by rho V by mu, rho V by mu D, rho V D by mu, none of these. Option C, rho V D by mu. Next question. For turbulent flow, the equation for shear stress, turbulent shear stress is given by tau turbulent is equal to mu into dou u by du by dy plus eta into du by dy, where eta is dynamic viscosity, kinematic viscosity, combined viscosity, eddy viscosity. Option D, eddy viscosity. Okay. D ആണ് കേട്ടോ. Next question. If the channel bottom is taken as datum, the total energy of a flowing fluid per unit weight is V square by 2G, H plus V by 2G, H plus V square by 2G, H plus V square by G. H plus V square by 2. Next question, the speed of a geometrically similar turbine which would keep unit power when working under a unit head is called. ഈ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. Option C. Next question, specific speed of a pump is given by Okay, next question, laws of pressure head by Hagen Poiseuille's formula is given by. Options വായിക്കാൻ വയ്യ, തൊണ്ടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, വായിച്ച് നോക്കി പറഞ്ഞേ. ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? യെസ്, ബി. 32 u bar mu L by rho G d square. Next question, dry unit weight may be expressed as.
Gamma dry 1 minus Na G gamma W by 1 plus GW. Gamma dry is equal to gamma divided by 1 plus W. Gamma dry is equal to G gamma W by 1 plus E. None of this. Any one of the above. EO. Yes, option D, any one of the above. Next question, volume of solids is related to total volume as? Volume of solids. Option C. Next question, void ratio is the ratio of? Volume of voids to volume of solids. Next question. Porosity has the following relationship. Porosity is equal to N ആണ് volume of voids by total volume അല്ലേ ഓപ്ഷൻ എ പറയാൻ പറ്റും. ഇനി ബിയും പറയാൻ പറ്റും ബിക്കോസ് ഒരുപാട് സ്ഥലത്ത് നമുക്ക് വരാം. ദെൻ N is equal to NA by AC. Next question, degree of saturation may be obtained from S is equal to VW by VV, the volume of water by volume of solids. S is equal to GW, S is equal to 1 minus AC, any one of the above. പറഞ്ഞോളൂ. Yes, option D. താമസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് NA is equal to എന്താണ്? Volume of air by total volume. Next one, water content is expressed as? Option C. Next question, mass specific gravity GM is given as? GM is equal to gamma S by gamma W പറഞ്ഞോ. No. That's option B. Next question, true specific gravity is given by?
Specific gravity, true specific gravity. രണ്ടും പഠിക്കട്ടോ, കുറെ പേര് തെറ്റിക്കുന്നുണ്ട്. Next, water content determination through pyrometer can be expressed as okay. Next question. The dry unit weight of a soil can be expressed as okay. Next question. Coefficient of curvature is given by okay. Next question. A clay soil has a liquid limit WL, plastic limit WP, and a natural moisture content W. The consistency index of the soil is generated is given by Next question. Activity of a clay soil is expressed as liquidity limited by percentage clay size particles, percentage sand size particles, percentage clay size particles. ഏതാണ് activity of clay? Next question. Shrinkage ratio has the following formula. Yes, both A and B are. അടുത്ത ചോദ്യം. Flow index is given by W1 minus W2 by log N1 by N2. Then ഏതാണ് കറക്റ്റ് ആൻസർ വരിക? At the relative density is defined as ഓക്കെ. അടുത്ത ഈ ഒരു ചോദ്യം നോക്കി എൻ്റെ ഇടയ്ക്ക് വിട്ടുപോയതാണ്. ഫ്ലോ ഇൻഡെക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. റിലേറ്റീവ് ഡെൻസിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The given figure indicates weights of different pycnometer. പൈക്നോമീറ്ററിന്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയാലോ. W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
W2 എന്താണ് സാമ്പിൾ ആഡ് ചെയ്തു, W3 സാമ്പിൾ വാട്ടറും കൂടി, W4 എന്ന് പറഞ്ഞാൽ വാട്ടർ മാത്രം. ഓക്കെ, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഗിവൺ ബൈ. റെസ്പോണ്ട് ചെയ്യണ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലേ സോയിൽ ആസ് എ ലിക്വിഡ് ലിമിറ്റ് WL, plastic limit WP and natural moisture content W. The consistency index is given by. Option B, liquid limit minus 20. Next question, uniformity coefficient is defined as D60 by D10. Option C. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കാണും, അത് നോക്കി കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഫൈൻഡ് ദ ക്വാളിറ്റി ഓഫ് സബ്ഗ്രേഡ് ഫോർ ഹൈവേ മെറ്റീരിയൽ, ഗ്രൂപ്പ് ഇൻഡെക്സ് ഇസ് ഗിവൺ ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഇൻഡെക്സ് ഒന്ന് നോക്കാം വെറുതെ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ഇൻഡെക്സിന്റെ ഫോർമുല 0.2A പ്ലസ് 0.005 AC പ്ലസ് 0.01 BD ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി എ എന്താണ്, സി എന്താണ്, ബി എന്താണ്, ഡി എന്താണ്, ഈ 4 പാരാമീറ്റേഴ്സ് തരണം. അപ്പൊ ആദ്യം എ എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ 75 മൈക്രോൺ IS സീവ് എടുത്തു കഴിഞ്ഞാൽ എത്ര പാർട്ട് ഓഫ് നമ്മൾ എടുത്ത സാമ്പിള് പാസ് ചെയ്ത് പോകുന്നു, where it's a percentage passing the 75 micron sieve greater than 35 not exceeding 75. അതായത് 75 മൈക്രോണിലൂടെ കടന്നു പോകണം, 75 മൈക്രോണിനെക്കാളും താഴെ സൈസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന പാർട്ടിക്കിൾസിന്റെ പെർസെന്റേജ് സൈസ് എന്താണ്, മിനിമം വാല്യൂ 35 മാക്സിമം വാല്യൂ 75. ഓക്കെ, വിത്ത് മിനിമം വാല്യൂ 35 ആൻഡ് മാക്സിമം വാല്യൂ 75. ഓക്കെ, 50 ഇപ്പൊ നമ്മൾ എടുക്കുവാണെങ്കിൽ 50% പാർട്ടിക്കിൾസിന് 75 മൈക്രോണിനെക്കാളും സൈസ് കുറവായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ അത് എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, എ ഈസ് ഈക്വൽ ടു 50 മൈനസ് 35. അതായത് 50% നമുക്ക് എന്ത് തന്നെയാണ്, ഫോർ എക്സാമ്പിൾ പറയുവാണ് 50, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്ക് 75 മൈക്രോൺ സീവിനേക്കാളും അല്ലെങ്കിൽ 75 മൈക്രോൺ സീവ് ഉണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 75നേക്കാളും താഴെ, 74 73 അങ്ങനെ ഏതോ ഒരു നമ്പർ ആണ് നമ്മുടെ ഈ ഒരു സീവിന്റെ നമ്പർ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുന്ന പാർട്ടിക്കിൾസിന്റെ 50% എന്താണ് 75 മൈക്രോണിനെക്കാളും കുറവാണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു 75 മൈക്രോണിലൂടെ കടന്നു പോകുന്ന പാർട്ടിക്കിൾസ് ഗ്രേറ്റർ ദാൻ 35 and not exceeding 75. അപ്പൊ 35നേക്കാളും ഗ്രേറ്റർ, അപ്പോൾ 50 ആണ് നമ്മുടെ അൾട്ടിമേറ്റ്ലി വരുന്ന ഹയർ വാല്യൂ. 50 മൈനസ് 35 എടുക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ. ബാക്കി നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 മൈക്രോൺ സീവിലൂടെ കടന്നു പോകുന്ന ഒരു പോർഷൻ തന്നെയാണ്, പക്ഷെ അതിന്റെ പ്രത്യേകത ഗ്രേറ്റർ ദാൻ 15 ആൻഡ് നോട്ട് എക്സീഡിങ് 85. സോറി, നമ്മുടെ 15നും 55നും ഇടയ്ക്കായിരിക്കും ഗ്രൂപ്പ് ബി എന്ന് പറയും. ദെൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് കൺസിഡർ ചെയ്യാം. അതായത് നമ്മുടെ ആ ഒരു സോയിലിൽ ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 40 ആൻഡ് നോട്ട് എക്സീഡിങ് 60. അതായത് നമ്മുടെ ഗ്രൂപ്പ് ഇൻഡെക്സിലെ കോൺസ്റ്റന്റ് സി എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 40 ആൻഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 60. ഓക്കെ, 40നേക്കാളും കൂടാം, പക്ഷെ 60ക്കാളും കൂടാൻ പാടില്ല. അങ്ങനെയുള്ള ലിക്വിഡ് ലിമിറ്റിന്റെ ഇതാണ് നമുക്ക് സി വെച്ച് പറയാം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനി പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും കൂടെ അല്ലേ ഉള്ളൂ. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ് ഗ്രേറ്റർ ദാൻ 10 ബട്ട് നോട്ട് ഗ്രേറ്റർ ദാൻ 30. 10നേക്കാളും കൂടാം, പക്ഷെ 30ക്കാളും കൂടാൻ പാടില്ല. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. ഗ്രൂപ്പ് ഇൻഡെക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് വരും, ഓപ്ഷൻ സി.
Okay, then next, empirical formula to calculate the height of capillary rise is given by H is equal to C by E d10, K is equal to C d10 square, K is equal to E d10, all of the above. Option B, yes. Next question, effect of grain size on permeability is given by Allen-Heston formula, which is? ഇതിൽ ഏതാണ് Allen-Heston formula? K is equal to C d10 square. Next question, critical hydraulic gradient is given by? Option. Next question. Critical hydraulic gradient is given by gamma submerged by gamma W and gamma saturated by gamma W minus 1, G minus E by 1 plus E, all of the above. അടുത്ത ചോദ്യം, in permeability one dimensional flow through fully saturated soil, discharge as mentioned by Darcy is? Okay, എന്താണ് ആൻസർ? Yes, option C. പറയുന്നുണ്ട് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ച്വൽ വെലോസിറ്റി ഇൻ സോയിൽ മാസ് ഇസ് ഗിവൺ ബൈ? Option B. V discharge velocity by porosity. Next question, lab method of variable head permeability method gives the value of permeability as? പറഞ്ഞോളൂ ആൻസർ. അടുത്തത്, ലാബ് മെത്തേഡ് വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി മെത്തേഡ് ഗിവ്സ് എ വാല്യൂ ഓഫ് പെർമിബിലിറ്റി ആസ്? 2.303 വേണം എന്നറിയാല്ലേ, അപ്പൊ AL by HT log to the base 10 H1 by H2. Yes. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൈമറി സെറ്റിൽമെന്റ് can be done by using? Primary settlement. Option D, yes. ആലോചിക്കാനൊന്നുമില്ലല്ലോ. Immediate settlement in sand is given by? C I is equal to, വലിയൊരു ഫോമുല ഞാൻ വായിക്കുന്നില്ല, ബിക്കോസ് വായിക്കുമ്പോഴത്തേക്ക് ത്രോട്ട് പ്രശ്നമാവുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ വായിച്ചുള്ളൂ. ആൻസർ പറയൂ.
Yes, option B. Next question, coefficient of consolidation CV is given by. CV is equal to Kz into 1 plus C. CV is equal to KMV by gamma W. CV is equal to, ഞാൻ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഈ ഒരു ഫോർമുല ഉണ്ടോ, ഈ CV is equal to T into H square by TV. ഈ ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ എന്ത് വരും? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. എല്ലാം നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ CV കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ്. Okay, next question, coefficient of volume compressibility MV. Delta E by MV is equal to delta E by delta sigma dash into 1 plus E naught. AV by 1 plus E naught എന്നൊരു equation കൂടെ ഉണ്ട്. Okay. MV is equal to AV divided by 1 plus E naught. MV is equal to 1 by compression index, all of the above. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നത് coefficient of volume compressibility MV is equal to 1 by compression modulus. Next question, coefficient of compressibility AV is given by delta E by delta sigma dash by delta E, delta sigma by delta sigma dash into 1 plus E naught, delta sigma dash into divided by 1 delta E into 1 plus E naught. Direct formula ആണ് ഇതൊക്കെ. Coefficient of compressibility. AV അതായത് coefficient of compressibility പറയുന്നത് delta E by delta sigma dash. ആരുണ്ട്? So നമുക്ക് coefficient of compressibility AV is equal to delta E by delta sigma dash. Yes, option A. Next question, compression index CC is given by C is equal to E1 plus E2 log sigma 1 dash plus sigma 2 dash E1 minus E2i delta E by delta sigma dash delta E by delta sigma dash into 1 plus E. So compression index CC is given by option B. A B ഒക്കെ പറയുന്നത് മനസ്സിലാവുന്നില്ല എനിക്ക്. Next question, one-dimensional consolidation is given by the following expression. One-dimensional consolidation is given by delta H by H naught into is equal to delta E by 1 plus E. The relationship between major principal stress and minor principal stress is given by all of the above. Option D, all of the above. ആരും പറഞ്ഞില്ലല്ലോ, എല്ലാം പറയാൻ പറ്റും മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്. നെക്സ്റ്റ് ഷിയർ സ്ട്രെങ്ത് ആണ്. ഒരു ചോദ്യം ഉറപ്പിക്കാവുന്ന ഒരു ടോപ്പിക് ആണ്. ഷിയർ സ്ട്രെങ്ത് ഓഫ് ഇൻസിറ്റു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെയിൻ ഷിയർ ടെസ്റ്റ് നടത്തുന്നു. അപ്പോൾ നമ്മൾ വെയിൻ ഉണ്ട് അതിനകത്ത്. ആ വെയിൻ നമ്മൾ സോയിലിന്റെ ഫുൾ ഡെപ്തിൽ പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ C കോഎഫിഷ്യന്റ് is equal to T by pi d square into H by 2 plus H by 6 ആണ്. ഇനി അതല്ല, നമ്മുടെ വെയിൻ എന്ന് പറയുന്നത് സ്മോൾ h ഡിസ്റ്റൻസിൽ മാത്രം പുൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ C is equal to T by
pi d square into h by 2 plus h d by 12. So ഈ ഫോർമുല രണ്ടെണ്ണം ഉണ്ട്. വെയിൻ ഫുൾ ഡെപ്തിൽ പുഷ് ചെയ്ത് വിടുന്നതും വെയിന് സ്മോൾ എച്ച് ഡെപ്ത് വരെ മാത്രം പുഷ് ചെയ്ത് വിടുന്നതും. രണ്ടും ഓർത്ത് വെക്കാം കേട്ടോ ഫോർമുലാസ്. Okay, then critical depth of unsupported excavation is given by 4c by gamma root k. ഇതും ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ആണ്. The next, active earth pressure by Rankine's theory for dry and moist soils is given by. And then half Ka gamma h square തന്നെയാണ്, പക്ഷെ it is acting at 1/3 from the base. ഇങ്ങനെയാണ്. So base ൽ നിന്നും 1/3 distance മാറും. Coefficient of passive earth pressure is given by. പറഞ്ഞോളൂ, coefficient of earth pressure at rest is given by K naught is equal to mu by 1 minus. The next, Westergaard gave the numerical solution to the vertical stress distribution due to concentrated load on the surface. It is given by. Westergaard solution പറയാനാണ് പറയുന്നത്. Q by pi z square by 1 by 1 plus 2 into r by z the whole square, the whole raised to 3 by 2. Option A. Next question, the vertical stress at a given as given by Bousson's equation for a point load at a distance z below it. അതായത് ഒരു പോയിന്റ് ലോഡ് c ഡിസ്റ്റൻസ് താഴെയാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ് എത്രയാണ്? 0.4775 q by c square, 0.813 q by c square, 0.576 q by c square, 0.318 q by c square. എന്താണ് 0.4775 q by option A. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് നമ്മൾ ഫോർമുലാസ് ആണ് ഇപ്പൊ നോക്കിയത്. ഓക്കെ, അപ്പം ഫോർമുലാസ് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? നമ്മുടെ മോസ് പറഞ്ഞു, അതുപോലെ തന്നെ GT പറഞ്ഞു, എല്ലാം ഒരുവിധം നമ്മൾ പറഞ്ഞിട്ട്. മോസ് പറഞ്ഞില്ല, സോറി, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ജി ടി ആണ് മെയിൻലി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞത്. ജിയോ ടെക്നിക്കൽ ലാസ്റ്റ്, പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഓർത്ത് വെക്കുക. മോസിന്റെ സെപ്പറേറ്റ് തന്നെ ചെയ്യണം, അതുകൊണ്ടാണ് മോസ് ഞാൻ ഇതിന്റെ കൂടെ ക്ലബ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.